എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത് അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെടണമെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാരത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോടുകൂടി വന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനൊപ്പം ഇവർ തുടരണ്ട എന്ന അംഗങ്ങൾ ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് കണക്ക് വയ്ക്കാൻ വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയിലെ ഈ സംഘടനയിലെ മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് കോൺടംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. അൻസിബയുടെ ആരോടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതെ.